ലോകഭൂപടത്തിൽ ഔദ്യോഗികമായി പേരില്ലാത്ത ഒരു പ്രദേശം, പക്ഷേ മനുഷ്യൻ്റെ ഭയത്തിൻ്റെ ചരിത്രത്തിൽ വളരെ വലിയ സ്ഥാനം പിടിച്ച ഒരു കടൽ വിസ്തൃതി. അവിടെ കപ്പലുകൾ യാത്ര തിരിച്ചു, പക്ഷേ ഒരിക്കലും തീരത്തെത്തിയില്ല. വിമാനങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു പറന്നു, എന്നാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ലാൻഡ് ചെയ്തില്ല. റേഡിയോ സന്ദേശങ്ങൾ മധ്യേ മുറിഞ്ഞു, സിഗ്നലുകൾ അപ്രത്യക്ഷമായി, അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനാകാതെ എല്ലാം ശൂന്യതയിലേക്ക് ലയിച്ചു. ഇതൊരു യുദ്ധകഥയല്ല, ഒരു കൊടുങ്കാറ്റിൻ്റെ കഥയുമല്ല. ഇത് പതിറ്റാണ്ടുകളായി മനുഷ്യനെ അലട്ടുന്ന ഒരു സമുദ്ര രഹസ്യത്തിൻ്റെ കഥയാണ്. മയാമി, പ്യൂർട്ടോറിക്കോ, ബെർമുഡ എന്നീ 3 മേഖലകളെയും ചേർത്ത് വരച്ചിട്ടുള്ള സാങ്കല്പിക ത്രികോണാകൃതിയിലുള്ള ഒരു കടൽ പ്രദേശം. ജനങ്ങൾ അതിന് നൽകിയ പേര് ബെർമുഡ ട്രയാങ്കിൾ. ചിലർ പറയുന്നു അവിടെ പ്രകൃതി നിയമങ്ങൾ പോലും വ്യത്യസ്തമാണെന്ന്. ചിലർ വിശ്വസിക്കുന്നു അതൊരു ശാപിത കവാടമാണെന്ന്. മറ്റു ചിലർ ഉറപ്പായും പറയുന്നു അത് മനുഷ്യ പിശകുകളുടെ ചരിത്രമാണെന്ന്. അപ്പോൾ സത്യമേതാണ്? കടലിൻ്റെ അടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു അമാനുഷിക ശക്തിയാണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ച ഭയത്തിൻ്റെ ഭൂമികയോ? ആ കഥയുടെ ആഴങ്ങളിലേക്ക് വെൽക്കം ടു ഫെയറി സോൺ. കടലിൽ കാണാതായ കപ്പലുകളുടെ കഥകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകം മുഴുവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കാനിടയായത് വ്യോമഗതാഗതത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണ്. യുദ്ധം കഴിഞ്ഞെങ്കിലും സൈനിക പരിശീലനങ്ങൾ തുടരുന്ന കാലം, ആകാശം മനുഷ്യൻ കീഴടക്കിയെന്ന് ലോകം കരുതിയിരുന്ന സമയം, അതേസമയം ഒരു സാധാരണ പരിശീലന പറക്കലിനായി തുടങ്ങിയ ഒരു ദൗത്യം. എന്നാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമരഹസ്യങ്ങളിൽ ഒന്നായി മാറി. 1945 ഡിസംബർ 5 ഫ്ലൈറ്റ് 19 എന്ന പേരുള്ള 5 അമേരിക്കൻ നേവി പരിശീലന വിമാനങ്ങൾ ഫ്ലോറിഡ തീരത്ത് നിന്ന് ഉയർന്നു. അതൊരു യുദ്ധമിഷനല്ല, അതൊരു അപകടകരമായ ദൗത്യവുമല്ല, സാധാരണ പരിശീലനം മാത്രം. പക്ഷേ കുറച്ചു മണിക്കൂറുകൾക്കകം അവരുടെ ശബ്ദത്തിൽ ആശയക്കുഴപ്പം നിറഞ്ഞു. ദിശകൾ തെറ്റി, കോമ്പസുകൾ വിശ്വാസം നഷ്ടപ്പെടുത്തി, ആകാശം ചുറ്റുമടഞ്ഞു. പിന്നെ റേഡിയോ സന്ദേശങ്ങൾ മൗനമായി. 5 വിമാനങ്ങൾ, 14 യുവ പൈലറ്റുകൾ, ഒരൊറ്റ അവശിഷ്ടം പോലും കണ്ടെത്താനായില്ല. അന്നു മുതൽ ലോകം ആദ്യമായി ചോദിച്ചു തുടങ്ങുകയായിരുന്നു, ഇത് ഒരു സാധാരണ അപകടമോ, അതല്ലെങ്കിൽ ആ കടലിന് പിന്നിൽ മറ്റെന്തെങ്കിലും മറഞ്ഞിരിക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്കുത്തരമറിയാൻ അമേരിക്ക ഉടനെ തന്നെ തിരച്ചിൽ ദൗത്യം ആരംഭിച്ചു. ആകാശവും കടലും ചുറ്റി നിരീക്ഷിക്കാൻ രക്ഷാവിമാനങ്ങൾ ഉയർന്നു. റേഡിയോ സിഗ്നലുകൾ കേൾക്കാൻ സ്റ്റേഷനുകൾ സജ്ജമായി. പക്ഷേ വിധിയുടെ ക്രൂരത പോലെ അവരെ അന്വേഷിക്കാൻ പോയ ഒരു രക്ഷാവിമാനം പോലും സുരക്ഷിതമായി മടങ്ങിയെത്തിയില്ല. അത് ആകാശത്തിൽ തന്നെ അപ്രത്യക്ഷമായി. അപ്പോൾ ലോകം നിശ്ചലമായി നിന്നു. ഇത് പിന്നീട് ഒരു പരിശീലന അപകടത്തിൻ്റെ റിപ്പോർട്ട് മാത്രമല്ലായിരുന്നു. ഇത് വിശദീകരിക്കാൻ പ്രയാസമുള്ള സംഭവങ്ങളുടെ പരമ്പരയായി മാറുകയായിരുന്നു. ആ ദിവസത്തിന് ശേഷം ആ കടൽ പ്രദേശത്തെക്കുറിച്ച് ഒരു പുതിയ ചിന്ത ലോകമെമ്പാടും വളരാൻ തുടങ്ങി. അവിടെ സാധാരണ നാവിഗേഷൻ നിയമങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നില്ലെന്നോ, അതോ അവിടെ എന്തോ അപരിചിതമായ അപകട സാധ്യത മറഞ്ഞിരിക്കുകയാണെന്നോ? ചരിത്രരേഖകളിൽ ഇതൊരു അപകടമായിരുന്നുവെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അത് രഹസ്യത്തിൻ്റെ മറ്റൊരു രൂപരേഖയായി മാറുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്ന ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഡോക്യുമെൻ്ററികളിലും പൾപ്പ് നോവലുകളിലുമെല്ലാം ബെർമുഡ ട്രയാങ്കിളിനെ ഒരു നിഗൂഢ ഇടമാക്കി മാറ്റി. ഭാവനാത്മകമായ ഒരുപാട് കഥകൾ അവർ എഴുതിപ്പിടിപ്പിച്ചു. അവിടെ ഭീമാകാരമായ കടൽ ജീവികളുണ്ടെന്നും അവ കപ്പലുകളെ താഴേക്ക് വലിച്ചിറക്കുമെന്നും വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നത് ചില അന്യഗ്രഹ ജീവികളുടെ സ്വാധീനമാണെന്നും തുടങ്ങി നിരവധി കഥകൾ പ്രചരിച്ചു. അതിൽ ചാൾസ് ബെർലിറ്റ്സിൻ്റെ ദ ബെർമുഡ ട്രയാങ്കിൾ എന്ന പുസ്തകമാണ് ലോകമെമ്പാടും ഈ സ്ഥലത്തിൻ്റെ ദുരൂഹതയെ പ്രശസ്തമാക്കിയത്. ആ പുസ്തകം വലിയൊരു ബെസ്റ്റ് സെല്ലറായി മാറുകയായിരുന്നു. ഏകദേശം 20 മില്യൺ കോപ്പികളും 30-ലധികം ഭാഷകളിലുമായി അത് വിവർത്തനം ചെയ്യപ്പെട്ടു. ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ഒരു ശാസ്ത്രീയ പരിശോധനയുമില്ലാതെ തീർത്തും അശാസ്ത്രീയമായ കെട്ടുകഥകളായിരുന്നു ആ പുസ്തകം നിറയെ. തികച്ചും കച്ചവട താൽപ്പര്യങ്ങളായിരുന്നു ഇത്തരം കഥകൾക്ക് പിന്നിലെ മുഖ്യ പ്രേരണം. പക്ഷേ എന്തായിരുന്നു ബെർമുഡ ട്രയാങ്കിളിന് പിന്നിലുള്ള യഥാർത്ഥ കഥ? എന്താണ് അവിടെ വളച്ചൊടിക്കപ്പെട്ടത്? ചരിത്രപരമായി നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കപ്പൽ വിമാന യാത്രകൾ നടക്കുന്ന 7 ലക്ഷം കിലോമീറ്റർ വ്യാപ്തിയിൽ പരന്നുകിടക്കുന്ന സ്ഥലമാണ് ഈ ബെർമുഡ ട്രയാങ്കിൾ.
ആയിരക്കണക്കിന് കപ്പലുകളും വിമാനങ്ങളും ദിവസേന സുരക്ഷിതമായി കടന്നുപോകുന്നു ഇതുവഴി. എന്നാൽ ഈ സാധാരണ സത്യങ്ങൾ ഒരിക്കലും നല്ല കഥകളാകുന്നില്ല. കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നിടത്ത് മനുഷ്യൻ ഉടൻ തന്നെ അസാധാരണ തേടുന്നു. ലോകത്തെവിടെയും നടക്കുന്ന അപകടങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന അപകടങ്ങൾ മാത്രമേ ബെർമുഡ ട്രയാങ്കിളിലും നടക്കുന്നുള്ളൂ. അതുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂരിഭാഗം അപകടങ്ങൾക്കും ശാസ്ത്രീയമായ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. ആദ്യമായി പറയേണ്ടത് കാലാവസ്ഥയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ ഭാഗം പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥയ്ക്കാണ് അറിയപ്പെടുന്നത്. ശാന്തമായ ആകാശം മണിക്കൂറുകൾക്കുള്ളിൽ കനത്ത മഴയിലേക്കും ശക്തമായ കാറ്റിലേക്കും മാറാം. 1940-50 കാലഘട്ടങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഇന്നത്തേതുപോലെ വികസിച്ചിരുന്നില്ല. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, റഡാർ ഇല്ല. അതിനാൽ ഒരു പൈലറ്റിനോ ക്യാപ്റ്റനോ ശാന്തമായ ആകാശം കണ്ട് യാത്ര ആരംഭിച്ചാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമായി അത് മാറിയേക്കാം. ഇനി മറ്റൊരു ബെർമുഡ ട്രയാങ്കിൾ കഥയിലെ മറഞ്ഞിരിക്കുന്ന കഥാപാത്രം ഗൾഫ് സ്ട്രീമാണ്. കടലിനടിയിലെ അദൃശ്യ ശക്തി എന്ന് പറയുന്നത് സത്യത്തിൽ പ്രകൃതിയുടെ ഈ പ്രവാഹമാണ്. സാധാരണ കടലിന് ഉപരിതലത്തിൽ കാണുന്ന തിരമാല പോലെയല്ല അത്. മറിച്ച് ഇത് വിപുലമായ വേഗതയേറിയ കടലിനടിയിലെ ഒഴുക്കാണ്. കടലിനുള്ളിലെ ഒരു നദി പോലെയാണത്. വേഗത ചില ഭാഗങ്ങളിൽ മണിക്കൂറിൽ 6-7 കിലോമീറ്റർ വരെ പോകാം. ഇത് കടലിൽ അപകടം സംഭവിച്ചാൽ, വിമാനങ്ങൾ തകർന്നു വീണാലോ കപ്പലുകൾ മുങ്ങിപ്പോയാലോ ഇത് മണിക്കൂറുകൾക്കുള്ളിൽ ദൂരത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാം. അപ്പോൾ തിരച്ചിൽ നടത്താനെത്തുന്നവർക്ക് ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ യാതൊന്നും കാണാനിടയില്ല. ഇതാണ് ഈ മറഞ്ഞുപോയി എന്ന കഥയുടെ തുടക്കം. അടുത്ത കാര്യം, ബെർമുഡ മേഖലയിലെത്തുമ്പോൾ കോമ്പസ് കറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ സാധാരണയായി കാന്തിക വ്യതിയാനങ്ങൾ, മാഗ്നറ്റിക് വേരിയേഷൻസ് ആണ്. ഭൂമി ഒരു വലിയ കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാന്തിക ഫീൽഡ് എല്ലായിടത്തും ഒരേപോലെ സ്ഥിരമല്ല. ചില സ്ഥലങ്ങളിൽ ഭൂമിയിലെ കാന്തിക രേഖകൾ അല്പം വ്യത്യാസപ്പെട്ടിരിക്കും. സോ കോമ്പസ് സൂചി ചെറിയ തോതിൽ വേരിയേഷൻസ് കാണിക്കാം, അല്ലെങ്കിൽ കൃത്യമായ ദിശ നൽകാതെയിരിക്കാം. പഴയകാലത്തെ വളരെ ബേസിക്കായ നാവിഗേഷൻ ഉപകരണങ്ങളായതിനാൽ ഈ ചെറിയ വ്യതിയാനങ്ങൾ പോലും പൈലറ്റ്സിനെയും ക്യാപ്റ്റന്മാരെയും ഒക്കെ കുഴയ്ക്കാൻ മതിയായവയായിരിക്കും. അതുകൊണ്ട് ഇത് രഹസ്യശക്തിയല്ല, മറിച്ച് ഭൂമിയുടെ സ്വാഭാവിക കാന്തിക സ്വഭാവത്തിലെ ചെറിയ വ്യതിയാനങ്ങൾ മാത്രമാണ്. മറ്റൊന്ന് മനുഷ്യപ്പിഴവുകളാണ്. കടലിൽ വഴിതെറ്റിയ കപ്പലുകൾ, ആകാശത്തിൽ നിന്ന് മറഞ്ഞ വിമാനങ്ങൾ, ഇവയുടെ പിന്നിൽ പലപ്പോഴും കാണപ്പെടുന്നത് വലിയ രഹസ്യമൊന്നുമല്ല, അത് ഹ്യൂമൻ എററുകളാണ്. ഇന്ധന വിലയിരുത്തലുകളിലെ പിഴവുകളാകാം, കാലാവസ്ഥയെ അവഗണിക്കലാകാം, യന്ത്രത്തിലെ ചെറിയ തകരാറുകളെ അവഗണിച്ചതാകാം, സമ്മർദ്ദത്തിലെടുത്തിട്ടുള്ള വേഗതയുള്ള തീരുമാനങ്ങളാകാം. അങ്ങനെ ഇവയെല്ലാം ചേർന്നാൽ എന്താകും? അപകടങ്ങൾ സംഭവിക്കാം. രഹസ്യങ്ങൾ തേടുന്നതിന് മുൻപ് മനുഷ്യനെ മനസ്സിലാക്കണം. കാരണം പല ദുരന്തങ്ങളും ആരംഭിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് മാത്രമല്ല, ചെറിയ മനുഷ്യ തീരുമാനങ്ങളിൽ നിന്നുകൂടിയാണ്. അതുപോലെ US കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമൊക്കെ ഇൻഷുറൻസ് നൽകുന്ന ലണ്ടനിലെ ലോയ്ഡ്സ് എന്ന സംഘടനയും ഇതുവരെ മറഞ്ഞുപോയ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അവലോകനം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ബെർമുഡ ട്രയാങ്കിളിനെ ഒരു അസാമാന്യ അപകട മേഖലയായി കാണുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നതാണ്. ഇന്ന് ലോകത്തെ മറ്റേത് തിരക്കേറിയ കടൽപാതകളിലും സംഭവിക്കുന്ന അപകടങ്ങൾ മാത്രമേ ബെർമുഡ ട്രയാങ്കിളിലും സംഭവിക്കുന്നുള്ളൂ എന്നാണ്. 1945 തന്നെ ഗവേഷകരും സയന്റിസ്റ്റുകളും ബെർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുള്ള മഹാരഹസ്യ ധാരണകൾ വിശകലനം ചെയ്യുകയും അവിടെ പ്രകൃതി നിയമങ്ങളെ മറികടക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന കണ്ടെത്തലുകളിൽ എത്തിച്ചേരുകയും ചെയ്തു. ഒരു വിമാനം ഇല്ലാതാകുന്നു, ഒരു കപ്പൽ കാണാതാകുന്നു. ഇവ ലോകമെമ്പാടും നടന്നിട്ടുള്ള സാധാരണ സമുദ്ര വിമാന അപകടങ്ങൾ പോലെ തന്നെയുള്ളൂ. കാലാവസ്ഥ പെട്ടെന്ന് മാറുകയും നാവിഗേഷൻ പിഴച്ചതും മനുഷ്യൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തതും യന്ത്രം തകരാറിലായതുമൊക്കെ എല്ലാം ചരിത്രരേഖകളിൽ പതിഞ്ഞ കാരണങ്ങളാണ്. എന്നാൽ സത്യം മനുഷ്യനെ ആശ്വസിപ്പിക്കും, പക്ഷേ രഹസ്യം മനുഷ്യനെ ആകർഷിക്കും എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ എക്കാലവും കഥകളിലും അതിഭാവുകത്വങ്ങളിലും വിശ്വസിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. ചരിത്രപരമായി നോക്കിയാൽ തന്നെ മനസ്സിലാകും, സമൂഹങ്ങൾ എല്ലായ്പ്പോഴും മിത്തുകളിലും ദന്തകഥകളും ഉപയോഗിച്ച് ഭയത്തെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവിടെ രഹസ്യശക്തികൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അമാനുഷിക ജീവികളുടെ സാന്നിധ്യവുമില്ല.
പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്ന ഒരു സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്നാണ്. മനുഷ്യൻ്റെ അത്ഭുതപ്രിയതയും അതിഭാവുകത്വങ്ങളുമാണ്. കഥയാക്കി മാറ്റാനുള്ള അപാരമായ കഴിവ്, അറിയാത്തതിനെ അതിശയകരമാക്കാനുള്ള സ്വഭാവം, ഇതൊക്കെയാണ് ഇത്തരം സാങ്കല്പിക കഥയുടെ അടിസ്ഥാനം. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ എന്നത് അമാനുഷിക ശക്തികൾ കാവലിരിക്കുന്ന ഒരു കവാടമോ ഒരു പ്രകൃതി രഹസ്യ സങ്കേതമോ ഒന്നും തന്നെയല്ല, മറിച്ച് കഥകൾ മെനയാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ഭാവനാ സൃഷ്ടി മാത്രമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.